അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മിനിങ്ങളെ ബഹുമാനപ്പെട്ട മൂസ ബിൻ അലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാലലി ഹുദൈഫ, ബഹുമാനപ്പെട്ട ഹുദൈഫ റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളിലെ പ്രമുഖനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു ദിവസം എന്നെ ഉപദേശിക്കുകയാണ്. എനിക്ക് നല്ലൊരു ഉപദേശം പറഞ്ഞു തരികയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, യാ മൂസ, സലാസു ഖിസ്വാനിൻ ഇൻ കുന്ന ഫീക ലം യൻസിൽ മിനസ് സമാഇ ഖൈറുൻ ഇല്ലാ കാന ലക ഫീഹി നസീബൻ. ഓ കൂട്ടുകാരാ, ഒരു 3 കാര്യം നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരു 3 കാര്യം ഞാൻ പറയുന്നത് നീ വളരെ ഗൗരവത്തോടു കൂടെ നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ, ഈ എല്ലാ ദിവസം അള്ളാഹു എത്രമാത്രം ബറക്കത്തുകൾ, എത്രമാത്രം ഖൈറുകൾ ഈ ദുനിയാവിൽ ഇറക്കുന്നുണ്ടോ അതിൻ്റെ ഒരു അംശമെങ്കിലും നിനക്ക് കിട്ടാതിരിക്കൂല. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. രാവിലെയും ഒരു ദിവസം അള്ളാഹു ഈ ഭൂമി ലോകത്ത് എത്രമാത്രം ഖൈറുകൾ, എത്രമാത്രം നിയമത്തുകൾ, എത്രമാത്രം റഹ്മത്തുകൾ, എത്രമാത്രം ബർക്കത്തുകൾ അവൻ ഇറക്കുന്നുണ്ട്. അതിൽ ഒരംശം നിനക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഈ 3 കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? ബഹുമാനപ്പെട്ടവർ പറയുന്നു, യകൂനു അമലക ലില്ലാഹ്, ഏത് അമല് ചെയ്യുന്ന സമയത്ത് ലില്ലാഹ്, അല്ലാഹ് എന്നുള്ള ചിന്തയാകണം. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ഉണ്ടാകും, ഇബാദത്തുകൾ ഉണ്ടാകും, പക്ഷേ അത് റബ്ബിന് വേണ്ടി ആകുന്നില്ല, അല്ലാഹുവിന് വേണ്ടി ആകുന്നില്ല. അതാണ് വലിയ പ്രശ്നം. അതാണ് നമ്മുടെ ഇബാദത്തിലെ ഏറ്റവും വലിയ കുറവ്. നാം ചെയ്യുന്ന അമലുകളിലെല്ലാം നാം മറ്റുള്ളവരുടെ തൃപ്തി, മറ്റുള്ളവർ ഇത് കണ്ട് ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കണം എന്നുള്ള എന്തോ അല്ലാഹുവെ മറന്നിട്ടുള്ള ചിന്ത പലപ്പോഴും നമ്മൾ ഖൽബിലേക്ക് വരികയാണ്. അതോടുകൂടെ എല്ലാം നഷ്ടപ്പെടുകയാണ്. അതിനായി പോകരുത്. അല്ലാഹുവിന് വേണ്ടി എല്ലാ അമലുകളാകണം. എന്നിട്ട് പറയുന്നു, രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു, വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും ഇന്ന് നമ്മളെ ജീവിതത്തിൽ ഇല്ലാതെയായി പോകുന്ന ഒരു വിഷയം കൂടിയാണിത്. അതെ, നിന്റെ നഫ്സിലേക്ക് നീ എന്തെല്ലാം ആഗ്രഹിക്കുന്നു, എന്തെല്ലാം ഇഷ്ടപ്പെടുന്നു, അതെല്ലാം നിന്റെ കൂട്ടുകാരനേക്കും നീ ഇഷ്ടപ്പെടണം. ഇത് ചെറിയൊരു വിഷയമല്ല. അത്രമാത്രം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. നാം ഇതിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോവുകയാണ്. ഞാൻ ഉഷാറായാൽ മതി, ഞാൻ നന്നായാൽ മതി, എൻ്റെ മക്കൾ ഉഷാറായാൽ മതി, എനിക്ക് നിയമത്തുകൾ കിട്ടിയാൽ മതി, എനിക്ക് രോഗമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടാൽ മതി. ഇങ്ങനെ ദുനിയാവിൻ്റെ കാര്യമാവട്ടെ, ആഖിറത്തിന്റെ കാര്യമാവട്ടെ, എൻ്റെത് സ്വന്തം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം എന്ന് മാത്രം ചിന്തിച്ച് വേറെ ഒരാളും കുറിച്ച് നാം ചിന്തിക്കാതെ പലപ്പോഴും എല്ലാവരെയും നാം ഒഴിവാക്കുകയാണ്. മറ്റുള്ളവരുമായിട്ട് വളരെ ക്രൂരതയാണ് പലപ്പോഴും നാം കാണിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയിലില്ലെങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സുകൊണ്ട് നാം പലപ്പോഴും ആൾക്കാരെ വെറുക്കുകയാണ്. അതോടുകൂടെ നമ്മുടെ എല്ലാ ഇബാദത്തുകളും നഷ്ടപ്പെടുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ കൂടുതൽ തന്നെ എൻ്റെ കൂട്ടുകാരനെ ഞാൻ ഇഷ്ടപ്പെടണം, എൻ്റെ അയൽവാസികളെ ഞാൻ ഇഷ്ടപ്പെടണം, ഞാനുമായി ബന്ധപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നവനാകണം. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തൊരു കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നു, നിന്റെ പള്ളിയിലേക്ക് കയറ്റുന്നത് ഹലാലായ ഭക്ഷണമാവട്ടെ. അതേ, വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട വളരെ ഒരു വിഷയമാണല്ലോ. അതേ, പള്ളിയിലേക്ക് കയറ്റുന്നത് ഇന്ന് ഹറാമാണെന്നോ ഹലാലാണെന്നോ അതൊന്നും ചിന്തിക്കാതെ പലപ്പോഴും നാം ഹറാമിയത്ത്, ശുബ്ഹത്തിന്റെ മതിലുകൾ നാം കഴിക്കുകയാണ്. നമ്മുടെ മക്കളെ കൊണ്ട് നാം തീറ്റിക്കുകയാണ്. ഇവിടെയാണ് നാം സൂക്ഷിക്കേണ്ടത്. നമ്മളെ കയ്യിലേക്ക് വരുന്ന പണം അത് ഹറാമാണോ ഹലാലാണോ ജീവിക്കുന്നവരാകണം. എന്നാലേ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തന്ന ഉപദേശത്തിന്റെ ആകത്തുക. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ എല്ലാ ദിവസത്തിലും അല്ലാഹു ഇറക്കുന്ന എത്രമാത്രം ബറക്കത്തുകളുണ്ടോ, റഹ്മത്തുകളുണ്ടോ, നിഅമത്തുകളുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
വബറകാതുഹു.